ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഗെയിൻ ഒരു വാൾ ആർട്ട് പെയിൻറ്റിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വാൾ ആർട്ട് പെയിൻറ്റിംഗ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഈ കാണുന്ന 5 കളേഴ്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു വാൾ ആർട്ടാണ്. വളരെ സിമ്പിളാണ് ചെയ്യാൻ. ഇത് ഞാൻ വലിയൊരു ക്യാൻവാസ് ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ കളർഫുൾ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വലിയ ക്യാൻവാസ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു ഫ്ലാറ്റ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ആക്രിലിക് പെയിൻറ്റ് ബ്ലൂ ഷെയ്ഡ് എടുത്തിട്ട് ഇതേമാതിരി ചെറിയൊരു സെക്ഷൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ 5 സെക്ഷൻ കളേഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആദ്യം ബ്ലൂ കളറാണ് കൊടുക്കുന്നത്, അതിന് ശേഷം ഒരു ഗ്രീൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഗ്രീൻ ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതേമാതിരി വാൾ ആർട്ട് ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. നമ്മൾ യെല്ലോയും ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഗ്രീൻ ഷെയ്ഡ് കിട്ടുന്നത്. സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ 2 കളേഴ്സും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രീൻ ഷെയ്ഡ് കിട്ടും. അപ്പോൾ ഈ കാണിക്കുന്ന പോലെ 5 കളേഴ്സ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കളേഴ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഓരോ കളറിൻ്റെ ശേഷം അടുത്ത കളർ ഫില്ല് ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പിൽ നന്നായിട്ട് കളേഴ്സ് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ക്യാൻവാസിൽ നിങ്ങൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള സ്പേസ് കൊടുക്കണം ഓരോ കളറിനും, എന്നാലാണ് അതിന് യൂണിഫോം ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ യെല്ലോ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഓറഞ്ചാണ് കൊടുക്കുന്നത്. ഓറഞ്ചിന് ശേഷം പിന്നെ റെഡ് കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓറഞ്ച് കിട്ടും. ഓരോ കളേഴ്സ് ഫില്ല് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ബോർഡേഴ്സിൽ പ്രോപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഈ പെയിൻറ്റിങ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം ബാക്ക്ഗ്രൗണ്ട് മാത്രം നമ്മൾ കളർ ഫില്ല് ചെയ്യുന്ന പരിപാടിയുള്ളൂ. ബാക്കി പിന്നെ നമ്മളൊരു സിലവറ്റ് പെയിൻറ്റിങ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കായാലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഈ ഓരോ കളേഴ്സിനും ചെറിയ രീതിയിൽ ടെക്സ്ചർ കൊടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഈ ഫ്ലാറ്റ് ബ്രഷിൻ്റെ ആ ഒരു ഫ്ലാറ്റ് സർഫസിൽ കുറച്ചിപ്പോൾ ബ്ലൂ ഷെയ്ഡിൻ്റെ മുകളിൽ വൈറ്റ് ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് വൈറ്റ് പെയിൻറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വൈറ്റ് പെയിൻ്റ് ആവും. ആ ഒരു ടെക്സ്ചർ അങ്ങനെ തന്നെ ലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗ്രീൻ ഷെയ്ഡിൻ്റെ മുകളിൽ ഇതേമാതിരി വൈറ്റിന് പകരം യെല്ലോ ഷെയ്ഡാണ് ഈ ഫ്ലാറ്റ് സർഫസിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുകളിൽ നിന്ന് താഴത്തോട്ട് ഡ്രാഗ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഈ ഒരു യെല്ലോ പാച്ചസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ യെല്ലോ ഷെയ്ഡിന് ഏതാണ്ടൊരു ഓറഞ്ച് ഷെയ്ഡാണ് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ കളേഴ്സ് അങ്ങോട്ട് മാറ്റി മാറ്റി മിക്സ് ആൻഡ് മാച്ച് പോലെ ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ റെഡ് ഷെയ്ഡിന് ഒരു തരം യെല്ലോ ഷെയ്ഡാണ് ജസ്റ്റ് ഇതുമാതിരി ഡ്രാഗ് ചെയ്ത് ടെക്സ്ചർ പോലെ കൊടുക്കുന്നത്. വൺസ് ഇത്ര ഉണങ്ങിയതിന് ശേഷം നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് പൈൻ ട്രീസ് വരച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിതിന് മുമ്പത്തെ പല വീഡിയോസിലും പൈൻ ട്രീസ് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ടങ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ടങ് ബ്രഷ് ഇല്ലെങ്കിൽ ഏതെങ്കിലും റൗണ്ട് ബ്രഷ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫാൻ ബ്രഷ് ഉണ്ടെങ്കിൽ ഫാൻ ബ്രഷ് ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ പെയിൻറ്റിങ്ങിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതിന് വേണ്ടി ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സ്റ്റാർസാണ് വരയ്ക്കുന്നത്. അതിന് വേണ്ടി നമ്മുടെ ഈ കളേഴ്സിലുള്ള വൈറ്റ് ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ഷെയ്ഡ് ജസ്റ്റ് ചെറിയൊരു റൗണ്ട് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പോയിൻറ്റ് പോലെ ഇട്ട് കൊടുത്ത ശേഷം അതിൻ്റെ ചുറ്റും ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഒരു ഡ്രൈ ബ്രഷ് കൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ചെറിയൊരു ബ്ലേഡ് എഫക്റ്റ് കിട്ടും. അതിനുശേഷം വീണ്ടും ഈ വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് നടുക്ക് ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഷൈനിങ് ഒരു എഫക്റ്റ് നമുക്ക് സ്റ്റാർസിന് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിതിന് മുമ്പ് മഷ്റൂമിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, മിഡ് നൈറ്റ് മഷ്റൂമിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിലും ഈ സ്റ്റാർസ് എങ്ങനെയാണ് ഞാൻ വരയ്ക്കണേന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇത് ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ. ഈ പൈൻ ട്രീസ് തന്നെ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഏത് ട്രീസ് ആയാലും വരയ്ക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത വീഡിയോയിൽ
ഇനി വരുന്ന ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ ഈ 2 വലിയ പെയിൻറ്റിങ്സ് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യാമെന്നും കൂടെ കാണിച്ചു തരാം. ഇനി നമുക്ക് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ചെയ്തിട്ടുള്ള ഒരു വർക്ക് കാണാം. അപ്പോൾ ഞാനിതിന് മുമ്പ് ചെയ്തിട്ടുള്ള വോൾ ആർട്ട് പെയിൻറ്റിംഗ് ആണ് ഇഷാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ ടേബിൾ ടോപ്പ് കലണ്ടറും ഇഷാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ക്രിയേഷൻസ് അല്ലെങ്കിൽ റീക്രിയേഷൻസ് എനിക്ക് ഷെയർ ചെയ്യാം. ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ മെയിൽ വഴി ഷെയർ ചെയ്യാം. അപ്പോൾ ഞാനത് കമ്മ്യൂണിറ്റി ടാബിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്